നമസ്കാരം. ചോദ്യപേപ്പർ ചോർച്ചയിൽ പൊതുസമൂഹത്തിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KSU പ്രവർത്തകർ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിൽ KSU പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളും ഉണ്ടാവുകയും അതുകൂടാതെ നിരവധി KSU പ്രവർത്തകരെ കൂട്ടമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിലും KSU പ്രവർത്തകർ അതിരൂക്ഷമായ വലിയ പ്രക്ഷോഭവുമായി രംഗത്ത് വരുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പ്രക്ഷോഭത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ചോദ്യപേപ്പർ വിൽക്കുന്നേ, ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല. കേരള ജനത കണ്ടിട്ടില്ല. പോരാട്ടം, ഇത് പോരാട്ടം. KSUവിൻ പോരാട്ടം കണ്ടിട്ടില്ല. രാജിവെക്കൂ, പോ പുറത്ത്. നടപടി വേണം, നടപടി വേണം. പ്രതിഷേധം, പ്രതിഷേധം, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, KSUവിൻ പ്രതിഷേധം, വിദ്യാഭ്യാസ കച്ചവടം. അയ്യോ എന്തൊരു മാനക്കേട്, അയ്യോ എന്തൊരു നാണക്കേട്. എന്തോ നാണ കാട്ടുന്നേ, അയ്യോ എന്തൊരു മാനക്കേട്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഇതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമരങ്ങളും പ്രതിഷേധവുമായിട്ട് KSU മുന്നോട്ട് കടന്നു വരുന്നുണ്ട്. ചോദ്യ പേപ്പറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ട്യൂഷൻ സെൻ്ററുകളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട്, ഒരു വലിയ കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിരന്തരം കേരള വിദ്യാർത്ഥി യൂണിയൻ ആരോപിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ഓണപരീക്ഷയുടെ സമയത്ത് ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന ഘട്ടത്തിൽ ഞങ്ങൾ ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അത് പിന്നീട് കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ സമയത്ത് അത് ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഒരു വർഷങ്ങൾക്ക് ശേഷവും വീണ്ടും രണ്ടാമത് ക്രിസ്മസ് പരീക്ഷയുടെ സമയമാകുമ്പോൾ ചോദ്യപേപ്പറുകൾ ചോർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചോരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ തന്നെ തകർക്കുന്ന തരത്തിലേക്ക്, അതിൻ്റെ നിലവാരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ അനങ്ങാപ്പാറ നയമാണ് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിക്കുന്നത്. അധ്യക്ഷ പദവിയാണോ മന്ത്രി വഹിക്കുന്നതെന്ന് സംശയിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ ആകെ കച്ചവടവൽക്കരിച്ചുകൊണ്ട് ഒരു സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരും. ഇത്തരത്തിലുള്ള കച്ചവട പ്രവണതയുമായിട്ട് മുമ്പോട്ട് പോകാൻ KSU ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യപേപ്പറുകൾ ഒന്നടങ്കം തന്നെ ഒരു സ്വകാര്യ ട്യൂഷൻ മാഫിയകളുടെ കൈകളിലേക്ക് എത്തിപ്പെടുന്നു. പഠിച്ച് പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ ഭാവി തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് ചോദ്യപേപ്പറുകൾ ചോർന്നു കിട്ടുന്ന ഒരു വിഭാഗം ആളുകൾ പരീക്ഷയിൽ അനധികൃതമായി വിജയം കരസ്ഥമാക്കുന്നു എന്ന് എന്ന ആരോപണം കേരള വിദ്യാഭ്യാസ രംഗത്ത് വളരെ സജീവമായി നിൽക്കുകയാണ്. കേരളത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ നിന്ന് പണം പിഴിയുന്ന, പണം നേടിയെടുക്കുന്ന ഒരു ബിസിനസ്സായി സ്വകാര്യ ട്യൂഷൻ മാഫിയ മാറിയിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം സെൻറ്ററുകൾ കൂണുപോലെ മുളച്ചു പൊങ്ങുന്നു. ഒരു പരീക്ഷാ പേപ്പർ, ക്രിസ്മസ് പരീക്ഷയുടെ പരീക്ഷാ പേപ്പർ ചോർന്നു എന്നതിനെ അത് നമുക്ക് യഥാർത്ഥ വസ്തുത കണക്കിലെടുക്കുമ്പോൾ അതിനും അപ്പുറത്താണ് കാര്യങ്ങൾ. കേരളത്തിൽ പൊതുപരീക്ഷകളുടെ പോലും ഏറ്റവും നിർണായകമായ കുട്ടികളുടെ ഭാവി തീരുമാനിക്കുന്ന ഈ പരീക്ഷാ ചോദ്യപേപ്പറുകൾ പോലും ഇവിടുത്തെ സ്വകാര്യ ട്യൂഷൻ മാഫിയെ തട്ടിയെടുക്കുന്നില്ല എന്ന് ആർക്കാണ് ഉറപ്പ് പറയാൻ സാധിക്കുന്നത്?
എന്തായാലും ഗുരുതര വീഴ്ചയാണ് നിലവിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത്. KSU പ്രവർത്തകർ വരും ദിവസങ്ങളിലും സംസ്ഥാന വ്യാപകമായി ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.